കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ നോമ്പിന്റെ 6-ാം ഞായറാഴ്ചയിൽ വേദഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിലെ പിറവിയിലെ കുരുടനായ മനുഷ്യന് യേശുക്രിസ്തു സൗഖ്യം നൽകുന്ന ഭാഗമാണ്. 41 വാക്യങ്ങളുള്ള ഈ വേദഭാഗത്തിന്റെ ഏറ്റവും അവസാനം 35-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ യേശുക്രിസ്തു ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു അവനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരിക്കൽ പോലും നിനക്ക് രക്ഷ നൽകിയ, നിനക്ക് വിടുതൽ നൽകിയ, നിനക്ക് രോഗസൗഖ്യം നൽകിയ ഒരാളിൽ വിശ്വസിക്കുന്നുവോ എന്നല്ല, മറിച്ച് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാഴ്ച ഉണ്ടായിട്ട് കഥയില്ല. കാഴ്ചയില്ലാതിരുന്ന മനുഷ്യന് കാഴ്ച ലഭിച്ചപ്പോൾ അവൻ ക്രിസ്തുവുമായുള്ള അവന്റെ സംസാരത്തിൽ അവൻ തിരിച്ചറിയുന്നു, ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു, അവൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു. എന്നാൽ കാഴ്ചയുണ്ടായിട്ടും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകാതിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ചോദിക്കുകയാണ്, ആരാണ് ദൈവപുത്രൻ എന്നുള്ളതല്ല, ഞങ്ങൾ കുരുടരാണോ എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം നമ്മോട് തന്നെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുവാനും ആരാണെന്ന് മനസ്സിലാക്കുവാനുമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അവനെ അറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യണം. ദ റിയൽ മിറാക്കിൾ ഇസ് നോട്ട് സീയിങ് ജീസസ് but recognizing him when he speaks. മഗ്ദലക്കാരി മറിയ കല്ലറയുടെ വാതിക്കൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യതയുമില്ല, ഇരുട്ടാണ്. പക്ഷേ മറിയമേ എന്ന് വിളിക്കുമ്പോൾ അവൾ ഗുരുവിനെ തിരിച്ചറിയുകയാണ്. ഷൗൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കണ്ണുകൾ അന്ധത ബാധിച്ചു. പക്ഷെ ദൈവസ്വരം കേൾക്കുന്നുണ്ട്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. അപ്പോൾ തിരിച്ചറിയുകയാണ്, ക്രിസ്തുവിനെ പൗലോസായി മാറുകയാണ്. ജീവിതാനുഭവങ്ങളിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് മാത്രമല്ല, അവൻ നമ്മിൽ നിറയ്ക്കുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട്. അവന്റെ സ്വരം കേൾക്കുമ്പോൾ നാം അവനിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ തിരിച്ചറിവാണ് ഈ കുരുടനായ മനുഷ്യൻ എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഡു ഐ റെക്കഗ്നൈസ് ജീസസ് വെൻ ഹി സ്പീക്സ് ടു മീ എന്നുള്ളതൊരു ചോദ്യമാണ്. ആർ വി ബ്ലൈൻഡ് ടു? നമ്മൾ ഇപ്പോഴും അന്ധതയിൽ ഇരിക്കുകയാണോ? കാഴ്ചയിൽ നിന്ന് ഉൾക്കാഴ്ചയിലേക്ക്, തെളിച്ചത്തിലേക്ക് ദൈവസ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഒരു മനസ്സുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ.